പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ 2016 മുമ്പ് ഒമാനിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ സമ്മർ വെക്കേഷന് ഞാൻ നാട്ടിൽ വന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്യാൻ, അഥവാ ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായി വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. HSST സീനിയർ തസ്തികയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് അധ്യാപകൻ്റെ സീനിയർ തസ്തികയിലാണ് വർക്ക് ചെയ്തത്. ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, അന്ന് 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലയളവാണ്. അന്ന് പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി ചെല്ലുമ്പോൾ എൻ്റെ ഉദ്ദേശം CBSE അഫിലിയേറ്റഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകൾ ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അക്കാദമിക് സ്റ്റാൻഡേർഡ്, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഘട്ടത്തിന് ശേഷം ഗ്രേഡിംഗ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോൾ 10th സ്റ്റാൻഡേർഡിലെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ പാസ്സായ കുട്ടികളുടെ പെർസെൻറ്റേജ്, മൊത്തം കുട്ടികളിൽ പാസ്സായ കുട്ടികളുടെ പെർസെൻറ്റേജ് നമ്മൾ കണക്കാക്കുമ്പോൾ അത് 99.8 ഒക്കെ മുകളിൽ വരാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും കുട്ടികൾ ഇത് പഠിച്ച് പാസ്സാവുന്നതാണോ, എന്താണ് അവരുടെ അക്കാദമിക് നിലവാരം എന്ന് പരിശോധിക്കാനായിരുന്നു ഞാൻ അന്ന് അവിടെ ചെല്ലുന്നത്. അപ്പം അന്ന് പിന്നീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ, ഇപ്പോൾ ഈ അടുത്ത് CPM അംഗത്വമെടുത്ത KT ജലീലാണ് ഈ പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടുന്ന തവനൂർ മണ്ഡലത്തിൻ്റെ MLA. ഈ ഘട്ടത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ജലീൽ സാർ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അന്നേ അവിടെ ഉണ്ട്. UDF മന്ത്രിസഭ അധികാരത്തിലിരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഒരു 5 സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് അവർ എഴുതുന്ന ഒരു സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും: they have went to market. they have went to market. അല്ലെങ്കിൽ അവർ ഒരു പ്രോഗ്രസീവ് ടെൻസിൽ എഴുതേണ്ട ഒരു കാര്യം ഒരു ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് ശേഷം ഇല്ലാതെ എഴുതും. ഇങ്ങനെ കാര്യമായി എഴുതാൻ അറിയാത്ത കുട്ടികൾ, ഇംഗ്ലീഷിൽ Aയും A+ ഒക്കെ കിട്ടിയവരായി പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്നുണ്ടായിരുന്നു. ഇപ്പം എന്താണ് നമ്മളിത് ചർച്ച ചെയ്യാൻ കാരണം? മണ്ണാർക്കാട് ഒരു പരിപാടി നടക്കുകയാണ്. വിദ്യാർത്ഥികളെ, ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ മണ്ണാർക്കാട് നഗരസഭയുടെ കൗൺസിലർമാരുടെ പ്രസൻസിൽ അവർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അടുത്ത വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. ഉയർന്ന മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു പരിപാടി നടന്നു. ഈ പരിപാടി എന്തുകൊണ്ട് അവിടെ KT ജലീൽ ക്ഷണിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ CPM കരുതുന്നത് മലബാർ മേഖലയിൽ CPMന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജലീലിനെ പോലെയുള്ള, അല്ലെങ്കിൽ PTA റഹീമിനെ പോലെ, മുമ്പ് PV അൻവർ അവരുടെ കൂടെ ഇത്തരത്തിലുണ്ടായിരുന്നു, കാരാട്ട് റസാഖ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ V അബ്ദുറഹ്മാനെ പോലെയുള്ള ആളുകളിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഗഫൂർ ചില്ലി, അങ്ങനെ എന്തോ ഒരാളുണ്ട്, ലില്ലി ഗഫൂറോ, തിരൂരൊക്കെ മത്സരിച്ച, അല്ലെങ്കിൽ വേങ്ങരയിലെ സബാഹിനെ പോലെയുള്ള ആൾക്കാരിലൂടെ മാത്രമേ ഇടതുപക്ഷത്തിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ എന്ന് CPM ചിന്തിക്കുന്നു. അത് മുമ്പ് പലപ്പോഴും അവർ ചെയ്തതാണ്. ഇന്നസെന്റിനെ വെച്ച് ചാലക്കുടിയിൽ അവർ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നടൻ മുരളിയെ വെച്ച് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, കവികളെ വെച്ച് MP രാഘവനെ പോലെയുള്ള നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കവിയെ കാൻഡിഡേറ്റായി ഫീൽഡ് ചെയ്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, ഞാൻ മനസ്സിലാക്കുന്നതാണ്, CPMൻ്റെ ഒരു മുഖമായി വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഒരു പഴയ കോളേജ് അധ്യാപകനൊക്കെ ആയ ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് അദ്ദേഹം അവിടെ ക്ഷണിക്കപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ ചുരുക്കി പറഞ്ഞാൽ, കുട്ടികളെ അഭിനന്ദിക്കേണ്ട ഒരു ചടങ്ങ് അവരെ അധിക്ഷേപിക്കുന്ന ഒരു ചടങ്ങായി മാറി. 2-3 വിഷയങ്ങളാണ് അതിനകത്തുള്ളത്. ആദ്യത്തെ വിഷയം,
12 വർഷക്കാലം തിരുവങ്ങാടി BSMO കോളേജിൽ അധ്യാപകനായിരുന്ന ഘട്ടത്തിൽ ഞാൻ BA എക്കണോമിക്സിനോട് പഠിക്കുമ്പോൾ എന്നോട് ധാരാളം സുഹൃത്തുക്കൾ, അന്ന് കാരണം ജലീൽ സാർ ഞങ്ങളുടെ നാട്ടുകാരനാണ്, 96, 98 അധ്യയന വർഷങ്ങളിൽ അവിടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന, ഞാൻ BSMO കോളേജിലല്ല ഡിഗ്രിക്ക് പഠിച്ചത്, ഞാൻ മറ്റൊരു എയ്ഡഡ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ BSMO കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച കുട്ടികൾ എൻ്റെ കൂടെ 98, 2001 ബാച്ചിൽ BA എക്കണോമിക്സിനുണ്ടായിരുന്നു. പിന്നീട് 2001, 2003 അധ്യയന വർഷത്തിൽ MA ഇംഗ്ലീഷിന് പഠിക്കുമ്പോഴും മുൻ വർഷങ്ങളിൽ ജലീൽ സാറ് പഠിപ്പിച്ച കുട്ടികൾ MA ഹിസ്റ്ററി ക്ലാസ്സിലും, ഞാൻ MA ഇംഗ്ലീഷിന് പഠിക്കുമ്പോൾ MA ഹിസ്റ്ററി ക്ലാസ്സിലും മറ്റുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആ കുട്ടികൾ പൊതുവെ പ്രകടിപ്പിച്ചിരുന്ന ഒരു അഭിപ്രായം, അദ്ദേഹം വല്ലപ്പോഴുമാണ് വരിക, അന്നത്തെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന തലത്തിലെ നേതാവാണ്, വല്ലപ്പോഴും വരും, കുട്ടികളെ ക്ലാസ്സിൽ വെച്ച് ആക്ഷേപിക്കുക, അപമാനിക്കുക, കുട്ടികളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ അഡ്രസ്സ് ചെയ്യുക, ഇതൊക്കെ അന്നേ ജലീൽ സാറിൻ്റെ സ്വഭാവമായിരുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതിൽ നമുക്ക് വേണമെങ്കിൽ പേരെടുത്ത് സൂചിപ്പിക്കാവുന്ന വിദ്യാർത്ഥികളുണ്ട് ആ പ്രദേശത്ത് തന്നെ, അതായത് കോട്ടക്കലിൻ്റെയും BSMO കോളേജിൻ്റെയും ഇടയിൽ താമസിക്കുന്ന, ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരായ ആളുകൾ ഉൾപ്പെടെ ജലീൽ സാറിൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുണ്ട്. വെറുതെ നമ്മൾ കടടച്ച് വെടിവെക്കുകയല്ല, വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി പറയുന്നത്. അപ്പോൾ എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ആധുനിക കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിലെയും കുട്ടികളുടെ എണ്ണം കുറയുന്നതോടുകൂടി കുടുംബങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ലഭിക്കുന്ന കെയർ, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കുള്ള പ്രതീക്ഷയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടി വളരെ ഒരു ഫോക്കസ് പോയിന്റായി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അഥവാ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം, അവരുടെ സൈക്കോളജിക്കൽ നീഡ്സ്, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടണം എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് മുമ്പ് അധ്യാപകനായിരുന്ന, പിന്നീട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് യാതൊരു കാഴ്ചപ്പാടുമേ ഇല്ല എന്നുള്ള സങ്കടകരമായ ഒരു കാര്യം ഈ വിഷയം ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പിന്നീട് അതിനെ ന്യായീകരിക്കുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ പറയാമായിരുന്നു, ഞാൻ അങ്ങനെ കുട്ടികളെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഒരു മൊണോട്ടണസ് ആയി ഞാൻ മാത്രം സംസാരിച്ചു പോകുന്ന ഒരു രീതിക്ക് പകരം ഒരു കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, ഞാൻ അവരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അപ്പം ഞാൻ അവരെ തിരുത്താൻ ശ്രമിച്ചു, അത് ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് പറയാം, ഐ ഡിഡ് നോട്ട് ഇന്റൻഡ് ടു ഹേർട്ട് എനിബഡി, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോളജി ചോദിക്കാം, അല്ലെങ്കിൽ അത് ബെഗിയോ റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ അതിന് പകരം അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയും അതേപോലെ തന്നെ CPM-നെയും അദ്ദേഹത്തെയും പിന്തുണയ്ക്കുന്ന ആളുകളും അതിനെ ന്യായീകരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്നത്തെ വിദ്യാർത്ഥികളുടെ മാനസിക പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ മാനസിക തലം എന്താണ്, മാനസികമായ അവരുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അതായത് ഇതെല്ലാം ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ മാനസികമായി അതിങ്ങനെ ബാധിക്കുന്നു, നമ്മളെ വൈകാരികമായി ഇങ്ങനെ ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ കുട്ടികൾ തന്നെ പിന്നെ ചിലർ ഈ മണ്ണാർക്കാട് ഇദ്ദേഹം അഭിനന്ദിച്ച കുട്ടികൾ തന്നെ അതിൽ കുഴപ്പമില്ല, അദ്ദേഹം ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതായി കണ്ടു. ആ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മണ്ണാർക്കാട് എന്നുള്ള പ്രാദേശിക ചാനലുകളിൽ ഉൾപ്പെടെ ഞാനത് കണ്ടു. ഒരു കുട്ടി അവസാനം പറയുന്നത് അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ആ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ അത് പറയുന്ന രീതി ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയോ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തെ, അല്ലെങ്കിൽ തുടർന്നുണ്ടായേക്കാവുന്ന കേസിനെ സംബന്ധിച്ച് ഉള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടൊക്കെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതാണ്. അത് പറഞ്ഞ് പഠിപ്പിച്ചതല്ലാതെ ഈ കുട്ടികൾ സിൻസിയറായി അവരുടെ ഒരു അഭിപ്രായം, അവരുടെ ഒരു ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ ആയിട്ടാണ് മണ്ണാർക്കാട്ടെ കുട്ടികൾ അദ്ദേഹം ഞങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ന് നമുക്ക് കണ്ടാൽ തോന്നുന്നില്ല. അതൊരു അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന ഏതോ രീതിയിൽ അവര് ഭീഷണിക്ക് വിധേയമായോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ സ്വാധീനിച്ചോ
പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തോ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ ആ രീതിയിൽ സ്വാധീനിച്ചോ അവരങ്ങനെ പറഞ്ഞു എന്ന് വേണം കരുതാൻ. ഇനി അങ്ങനെ അല്ല എങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അവർ ആത്മാർത്ഥമായി പറഞ്ഞതെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കുന്നു. പക്ഷേ പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അത് പ്രയാസകരമായി തോന്നിയിട്ടില്ല എങ്കിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന, ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന, ദീർഘകാലം വിദ്യാഭ്യാസ മേഖലരംഗത്ത് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപകനായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപവും അഭിനന്ദനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ മലയാളികൾക്കും ഒരു നാണക്കേടാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആക്ഷേപവും അഭിനന്ദിക്കലും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നത് എങ്കിൽ പിന്നീട് നമ്മൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ആക്ഷേപപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉയർന്ന ഓഫീസിൽ ഇരിക്കേണ്ടിയിരുന്ന ആളുടെ നിലവാരം ഇതായിരുന്നുവെങ്കിൽ സെറീന എഴുതുന്ന കുട്ടി എഴുതുമ്പോൾ സെറീന എന്നായി പോകുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, ഇതേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. എന്താണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത്? നിങ്ങൾ വെറുതെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. MG സർവകലാശാലയുടെ കീഴിൽ എത്ര കോളേജുകളാണ് അടച്ചുപൂട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +2 ശേഷം കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കാൻ കോട്ടയത്തോ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ ഉള്ള വിദ്യാർത്ഥികൾ തയ്യാറില്ല. അവർക്ക് കാനഡയിൽ US പോയി പഠിച്ചാൽ മതി. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു? അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയില്ല, അദ്ദേഹം ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ 4 വിരലുകളോ അല്ലെങ്കിൽ 3 വിരലുകളോ അദ്ദേഹത്തിന് നേരെ തന്നെയാണ് ചൂണ്ടുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾ പുറത്തു പോയി പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ഉൾപ്പെടെ അതിൽ പങ്കില്ലേ? ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ എഴുതുന്ന ഒരു തലത്തിലേക്ക് പോയി എങ്കിൽ C രവീന്ദ്രനാഥിനെ പോലെ, അദ്ദേഹത്തെ പോലെ, ശിവൻകുട്ടിയെ പോലെ, ബിന്ദുവിനെ പോലെയുള്ള ആൾക്കാർക്കും അതിൽ പങ്കുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവരാണല്ലോ ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പൊ ഇവരുടെ നയങ്ങളും പരിപാടികളും എല്ലാം തന്നെ വലിയ പരാജയമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കൽ കൂടിയാണിത് എന്ന് അദ്ദേഹം തിരിച്ചറിയാതെ പോയി. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി CPM സംഘടിപ്പിച്ച ഇത്തരത്തിലുള്ള ഒരു പരിപാടി തങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും പരിപാടികളുമെല്ലാം ഒരു വലിയ പരാജയമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വേദിയായും ഒരു സന്ദർഭമായും മാറി എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.